ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുറ്റമൊന്നും അടിച്ചിട്ടില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ എന്നോട് എല്ലാവരും ഞാൻ ചക്ക മുറിക്കുന്നതും ചക്കയുണ്ടോ 4 ചുളക്ക് 6 രൂപയാണ്, ചക്കയുണ്ടോ, ഇവിടെ എണ്ണീറ്റ വാങ്ങുന്നത്, പിന്നെ അടുത്ത മാസം വന്നാൽ ചക്ക കിട്ടുമോ, ജൂലൈയിൽ വന്നാൽ ചക്ക, വിദേശത്തൊക്കെ ജൂലൈ ഓഗസ്റ്റൊക്കെ ആണല്ലോ നമ്മളെ വെക്കേഷൻ വരുന്നതല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതെൻ്റെ പറങ്കിക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് ഒറ്റൊരു ഇത് മൂട് വെച്ച് കൊടുത്തതാ. അതേപോലെ അമരക്കായി ഇതേപോലെ ഒരൊറ്റ കമ്പ് കുത്തിയതാ, നിറച്ചുമായിട്ടുണ്ട്. അമരപ്പന്തലിൽ തവള കരയണം എന്നാണ്. അപ്പം പിന്നെ അത് വർഷകാലത്തായിരിക്കുമല്ലോ അതിൻ്റെ ഇത്. ഒരു പന്തൽ നിലമ്പൊത്തിയിട്ടുണ്ട് ഇവിടെ. വഴുതിനിങ്ങ ഒരു പ്രാന്ത് പിടിച്ചു വഴുതിനിങ്ങ പിടിച്ചു. അതേപോലെ വെണ്ട എല്ലാം വട്ട് കേസായിട്ട് പിടിക്കുവാണ്. എന്നിട്ട് ഇത് വെണ്ടത്തൈ ആദ്യം വെച്ചു. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പം ഈ പല ആൾ ചോദിക്കുന്ന ഒരു കമൻറ്റാ ചക്ക. എനിക്ക് ഈ ചക്ക പറഞ്ഞാൽ ഈ ചക്ക മത്തിക്കറി, ചക്ക ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് ഇങ്ങനെ വീഡിയോ കാണും. പിന്നെ നമ്മൾ കഴിക്കാത്ത സാധനത്തോട് നമുക്ക് അത്ര ഭയങ്കര താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് പിന്നെ നമുക്കത് തുടരണം തോന്നും. അത് എന്തായാലും, അതൊരു മനുഷ്യനോടുള്ള ബന്ധമായാലും, മൃഗങ്ങളോടുള്ള ബന്ധമായാലും, ഫ്രണ്ട്സിനോടുള്ള ബന്ധമായാലും, ശാരീരികമായാലും മാനസികമായാലും എന്ത് കാര്യമായാലും നമുക്ക് എന്താണോ പോസിറ്റീവായിട്ട് കിട്ടുന്നത് അതാണല്ലോ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കൂലല്ലോ ആരും, അല്ലേ? അപ്പം ഞാൻ ഇന്നിതാ ചക്കേൻ്റെ കുരുവ ഇത് മൊത്തം വീണ് കിടക്കും. അതാ ചക്കക്കുരു ഇങ്ങനെ വിധാനിച്ചിട്ടുള്ള ഇവിടെ ചക്ക ഉപയോഗിക്കാതെ നശിപ്പിച്ചിട്ടിതാ മൊത്തം. ഇത് ഇവിടെ നിൽക്കാൻ പേടിയാവുന്നുണ്ട്, കാരണം ഇതെപ്പോൾ പൊട്ടി തലക്ക് വീഴുമെന്ന് പറയാൻ പറ്റില്ല ചക്ക. അതുപോലെ പിന്നെ അടുത്തത് കാണിച്ചൊരു ഒരുപാട് ചക്കയുണ്ട്. എല്ലാവരും ഞാൻ മുറിക്കുന്ന കാണുമ്പോൾ ചക്കയുണ്ടോ എന്ന് ചോദിക്കുമല്ലോ. അവർക്കെല്ലാം മറുപടിയാണ് എനിക്ക് ചക്കയുണ്ട്. മറുപടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റുന്നതും അങ്ങനെ കളവ് പറഞ്ഞിട്ടൊന്നും അങ്ങനെ വീഡിയോ ഇടാറൊന്നുമില്ല. ഇതൊക്കെ ചക്കക്കുരു നശിച്ചു പോന്നതാ, കണ്ടോ? ഇതൊക്കെ ചക്ക വീണ് അടിഞ്ഞു പോന്നതാ. ഞാൻ പലപ്പോഴും പറഞ്ഞു ചക്കയുണ്ട് എന്ന്. അപ്പോൾ ഒരാൾ പറയാ എവിടുന്നോ തെണ്ടി കൊണ്ടുവന്നിട്ട് വീഡിയോ ഇടാൻ ആർക്കും പറ്റുന്നു. തെണ്ടേണ്ടി വന്നാൽ തെണ്ടും. തെണ്ടുന്നതിന് എന്താ ഇത്ര പ്രയാസം? തെണ്ടി ജീവിക്കാനാണോ വിധിയെങ്കിൽ തെണ്ടും, അല്ല വേറെ തരത്തിൽ ജീവിക്കാനാണോ? ഇതാ കണ്ട വേറൊരു ചക്ക. ഇതൊരു അടിപൊളി വെരിക്ക ചക്കയാണ്. ശിവനെല്ലാം പോയ പോക്ക്, നീയൊന്നും അങ്ങനെ ചക്ക തിന്നണ്ടടി എന്ന് പറഞ്ഞ പോലെയാണ് പ്ലാവൊക്കെ പോകുന്നത്. ചിലപ്പോൾ രായൻ്റെ സ്വഭാവമാണ് ചില മരങ്ങളെല്ലാം. ഞാൻ മാത്രം മതി. അതൊരു പ്ലാവ്. ഞാൻ മാത്രം ഏറ്റവും, ഞങ്ങളുടെ നാട്ടിൽ പറയും കൊറ്റാങ്കൊടി. കൊറ്റാങ്കൊടിക്ക് ചക്ക അവിടെ വരെ ചക്ക. ഇതിൻ്റെയൊക്കെ അയ്യോ ഇവിടെ ചക്ക മയം. നമ്മളെ ഒരു ചക്ക ചെറിയതാ ഈ പ്രദേശത്തുനിന്ന് മുതൽ പറിക്കും. ഈ വേരിൻ്റെ അടുത്തുനിന്ന് ചക്ക കണ്ടലിങ്ങനെ പറിച്ച് പിന്നെ നമ്മളെ പരിധി ഏറ്റവും മേലെ കണ്ടതാ. ശരിക്കും ഇത് എടുത്ത് കൊടുത്താൽ പുറത്തേക്ക് കൊടുത്ത പൈസ കിട്ടും തോന്നുന്നുണ്ട്. ആരോ എന്നോട് പറഞ്ഞു അടുത്തത് ഇതൊക്കെ നമ്മളിതാ ഇവിടുന്ന് മുതലേ ഇങ്ങനെ പറിക്കും. എൻ്റെ അമ്മേ, ഈ അണലിപ്പാമ്പ് ചക്ക കഴിക്കാൻ വരുന്ന കേട്ടിട്ടുണ്ട്. ഇത് വീണതാ, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിലത്ത് നോക്കുന്നില്ല, കാരണം പാമ്പ് ഉണ്ടാവുമോ പേടിയാവുന്നത്. അങ്ങോളം ചക്ക. ഇതെല്ലാം പ്ലാവാ. നട്ട പ്ലാവൊന്നുമല്ലേ, മുളച്ചതാ. ഞാൻ വെച്ചൊരു പ്ലാവ് അപ്പുറത്തുണ്ട്, അത് ഒട്ട്. പക്ഷെ അല്ലാതെ തന്നെ ഇനി അടുത്തത് ഇതൊന്നും അല്ലേ, എണ്ണൊന്നൊന്നുമില്ല പ്ലാവ്. അതാ
വരെ ഇതാ. അയ്യോ, ഇത് 2 പ്ലാവാന്നത്. അതൊന്ന് ഇതൊന്ന്. എല്ലാറ്റിനും കുരുമുളക് വള്ളിയുണ്ട് ഏണി വെച്ച്. എനിക്ക് തോന്നിയപ്പോൾ ചക്ക പറിച്ചിട്ട് കൊടുത്താലോന്ന്. ഇത് 2 പ്ലാവാന്നതാ. അതൊന്ന് അതൊന്ന് ഇതൊന്ന്. ഇത് പഴയ പത്തായപ്പുര പൊളിച്ച ഓടാ. ഇവിടെയൊക്കെ ചക്ക വീണ് കിടക്കുന്നുണ്ട്. തെണ്ടി കൊണ്ടുവന്നിട്ട് ചക്ക മുറിക്കുന്നതല്ലേ ഇടീന്ന്. അന്ത തെണ്ടെന്നാക്കി ജീവിക്കണ്ടേ. ഇതെവിടെയൊക്കെ പ്ലാവിൻ്റെ ഇതാ പ്ലാവ് കുട്ടീസ് വളരുന്നുണ്ട് ഇഷ്ടം പോലെ. അയ്യോ, ഇനി ഞാൻ വേറെ കാണിച്ചു തരാം. അങ്ങോട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ കാടാണ്. ഇതാ ഇവിടെയൊക്കെ വീണ് നശിച്ച് കിടക്കുവാണ് ചക്കമയം. ഇതൊരു പ്ലാവാണ്. അതിൻ്റെതും അവിടെ വീണ് കിടക്കുന്നുണ്ട്. ഇനി വേറെ കാണിച്ചു തരാം. ഇത് തൊഴിലുറപ്പുകാർ വരമ്പെടുത്തതാ പറമ്പിൽ. ഇതാ വരമ്പെടുക്കൂലേ, ഇതാ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതാ എൻ്റെ അമ്മേ, അമ്മോ കുട്ടു. ഇതാ വീണ് 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 അമ്മേ അമ്മേ. ഞാൻ ഇന്നൊരു ചക്ക പറിച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ആ പ്ലാവ് ഞാൻ കാണിച്ചു തരാം. ചക്കയൊക്കെ പാക്കാക്കിയിട്ട് ചുള വെക്കണം, പാക്കറ്റ്. അടുത്ത ചക്ക ഇതാണ് ഞാൻ ഇന്ന് സ്ഥിരം. ഞാനിപ്പം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞതാ, ഈ കൈ എത്തുന്ന ദൂരത്തിലുണ്ട്. ഇതാ 2, 3, 4, 5. ഈ മതിലിൻ്റെ മേലെ കയറിയിട്ട് കത്തിയാളെടുത്തിട്ടൊരു തട്ട്. ഇതാ ഇത് നാളെന്ന് പറിച്ച് പഴുപ്പിക്കാൻ വെക്കണം. പഴം അല്ല, എന്താണ്, ചക്ക അപ്പാക്കണം. ഇത് കണ്ട. ഇനി അതാ അതിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. അതാ കൊതുക് അടിക്കുന്നതാ. ചക്ക ഉണ്ടോ? ഭയങ്കരമായിട്ട് കൊതുക് അടിക്കുന്നത്. അവിടെ ഒരു ചക്കയുണ്ട്. കൊതുക് സഹിക്കാൻ പറ്റാത്ത കൊതുക്. ഇനിയും ഉണ്ട് ചക്ക. അങ്ങോട്ട് പോകണോ? അവിടെയൊക്കെ ചക്കയുണ്ട്, പൈനാപ്പിളുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങളെ. അങ്ങോട്ടുള്ള ചക്ക കാണിച്ചു തരാം. ഒരുപാടുണ്ട്. കണ്ട, ഇതൊരു കുട്ടി പ്ലാവ്. അത് കന്നി കഴിച്ചതാ. കന്നി കഴിച്ചത്. അത് അപ്പുറത്തൊക്കെ ചക്ക എടുത്ത് വളക്കുഴിയിലിട്ടിട്ടുണ്ടേ. അത് വേറെ കാര്യം. ഇതൊരു കന്നി കഴിച്ച പ്ലാവാ. ഞാൻ അടുത്തേക്ക് പോവാണ്ട് ദൂരത്തുനിന്ന് എടുക്കുന്നതാണേ. നിങ്ങൾ വിചാരിക്കേണ്ട അടുത്തുനിന്നാണെന്ന്. ഇതൊക്കെ വീണ് പോകുന്നതാ ചക്ക. പിന്നെ എല്ലാവരും പറയുന്നില്ലേ, എന്താ പറയുക, അധികമായാൽ അമൃതം വിഷം. തിന്ന് ഇതൊരു വരിക്കയാണ്. പഴുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാ വരിക്ക. കൊതുക് കടിക്കുന്നപ്പോൾ ഇതിൻ്റെ മേലെ കണ്ടോ. ഇതെല്ലാം വേറെ വേറെ സ്ഥലത്താണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതെല്ലാം ഒരു അടുത്തടുത്താണോ. ഇതിപ്പോൾ ഇങ്ങനെ നടന്നെടുക്കുകയാണ്. തൊട്ടടുത്തൊന്നുമല്ല, ഇങ്ങനെ നടന്ന് പശു കരയുന്നു. കൊതുക് കടി കൊണ്ട് അടുത്ത ചക്കേൻ്റെ അടുത്തെത്താനായി. അയ്യോ, ഇതൊക്കെ ഇവിടെയൊക്കെ വീടാണേ. പറമ്പിൻ്റെ അടുത്തല്ല, ഇഷ്ടം പോലെ വീട്. നല്ല സ്ഥലമാണ്.
ഇതാ ഇതൊരു സംഭവം. ഇത് കാണുക. ഇതെല്ലാം എന്നാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയണം. മുഴുവൻ ചക്ക. ഇതാ മുഴുവൻ ചക്ക. ഒരു 500 ചക്കയൊന്നും അല്ല ഒരു പ്ലാവിനുള്ളൂ. 500 ചക്കയല്ല, ഒരു പ്ലാവിന് 500 ചക്കയല്ല. ഇതിപ്പോൾ എല്ലാം കൂടി ഒരു 10,000 ചക്ക കാണുമോ? ഈ ഒരുപാട് ചക്കയുണ്ട്. എൻ്റെ അമ്മേ, ഞാൻ കൊതുക് അടിച്ചിട്ടാട്ടാ വേഗം വരുന്നതാ. ഇതിപ്പോൾ കാണിച്ച് വരിക്ക. ഇതിൽ കുറേ വരിക്ക്, കുറേ കൂഴിയാണ്. എൻ്റെ അമ്മേ, ഇപ്പോൾ വീഴുമായിരുന്നു. കുറേ വരിക്ക് വേനൽക്കാലത്ത് വെള്ളമടിക്കുന്ന കൂഴിയാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ചില പ്ലാവിന് രായൻ്റെ സ്വഭാവമുണ്ട്, ഒറ്റ പൂക്ക്. എനിക്ക് മാത്രം മതി, ഞാനാണ് ഇവിടുത്തെ നായകൻ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് പ്ലാവുകളിൽ. യോ എൻ്റെ അമ്മേ, വലിയ ചക്കയായിട്ട് ഇതൊരു കമ്പിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെയാ ഇതാ കാണിച്ചു തരാം. ഓമ്മേ അമ്മേ, ഉണ്ടാ കമ്പിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുള്ള. ശങ്കരേട്ടാ, ഒന്നുമില്ല, ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നു. മലക്ക് പോയിട്ട് വന്നു അല്ലേ വൃത്തി? ആ ഞാൻ പറിക്കലുണ്ട്. അതെൻ്റെ ശങ്കരൻ വിളിച്ച്, പറിച്ചെടുക്കെന്ന് പറയുന്നു. അതെൻ്റെ ശങ്കരൻ വിളിച്ചൻ. ഇതാ വേറൊരു പ്ലാവ്. ഇതാ ആ ഒരു ചെറിയ കൊമ്പിനും കൂടി. എന്താ അല്ലേ പ്രകൃതി ഓരോന്നിങ്ങനെ കനിഞ്ഞ് നൽകുന്നതല്ലേ അല്ലേ? ഇതാ ഈ പ്ലാവ് ഉണ്ടെന്നില്ല എൻ്റെ ഒരു തെളിവാണ് ഈ കുരു. ഗൾഫിലില്ല ചക്കക്കൊതിയന്മാരേ, ചക്കക്കൊതിയന്മാരേ, ഇത് നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് എൻ്റെ കൃഷിത്തോട്ടത്തിലെ ഒരു യാത്ര. ഇത് നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ചേനച്ചപ്പ് ഉപ്പേരിയാക്കും. ഉപ്പേരി മീൻസ് വറവ്. ഇതാ നല്ലത് വരുന്നുണ്ട്. തളിര് ചെറിയൊരു കയ്പ്പാണ്. ചെറിയൊരു കയ്പ്പാണ്. പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല ഈ കയ്പ്പ്. അമ്മ വെക്കും. പിന്നെ മരുന്ന് പോലെ. നിങ്ങൾ ഇത് വെക്കുമോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിതിന് കാട്ടുതാള് എന്ന് പറയും. കാട്ടുതാള് ചൊറിയൊന്നുമില്ല. ഒരു ദിവസം ഇത് വെക്കുമ്പോൾ പറഞ്ഞു തരാം. പുളിയിട്ട് വെക്കും, തേങ്ങ അരക്കണ്ട. കാട്ടുതാള് എന്നാന്ന് കറി 10 താളല്ലേ കൂട്ടാൻ എന്ന് പറയില്ലേ അല്ലേ പഴയ ആൾക്കാർ? ഇത് ഞങ്ങളെ വേസ്റ്റ് ഇടുന്ന വളക്കുഴി. വേസ്റ്റ് മീൻസ് ചക്കത്തോല്, പിന്നെ എൻ്റെ അമ്മണിക്കുട്ടീൻ്റെ ആട്ടും കാട്ടം, അതൊക്കെ ഇടുന്നതാണ്. താള്. ഇവിടെയൊക്കെ താള്. ഇതൊക്കെ എപ്പം വെച്ച് കൂട്ടാനാന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇനി ഇതും പോരാഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, അത് കാണിച്ചു തരാം. ഇതിപ്പോൾ പിടിച്ച് വരുന്നേ ഉള്ളൂ. 1 അല്ല 2 3 സാധനം കാണിച്ചു തരാം. ഇത് പിന്നെ നമുക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ ബഷീറിൻ്റെ നോവലിൽ പറഞ്ഞ പോലെയാണ്. ആത്ത ഉണ്ടാ, ഇതാണ് ആത്ത. ഇവിടെയുണ്ടൊരു ചേന. ഇവിടെയൊക്കെ കറിവേപ്പും തൈയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇത് ഞങ്ങളൊരു പുതിയ ആത്തയാണ്.
പുതിയ അത്ത. ഇതിനൊന്നും ശ്രദ്ധിക്കലൊന്നുമില്ല, എന്നിട്ടും ഇതാ പിടിച്ചിട്ടുണ്ട് പാവം. ഇതൊന്നും ശരിക്കും ശ്രദ്ധിക്കലേ ഇല്ല. ഇനിയിതിപ്പോൾ ഏതെങ്കിലും ജീവിയെല്ലാം കൊണ്ടുപോകും. കണ്ട, ഇതൊക്കെ പറമ്പിലുള്ള അത്തയാണ്. ഇനി എന്താണ് കാണേണ്ടത്? ഇനി ഞാനൊരു സൂത്രം കൂടി കാണിച്ചു തന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതൊരു വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക. ഇതെൻ്റെ ചിക്കു. ഇതും നിറച്ച് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ വായിൽ എത്തൽ കുറച്ച് പ്രയാസമാണ്. ഇതാണ് എൻ്റെ തോട്ടം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടുപ്ലാവ്. ഇതും ഇഷ്ടം പോലെ ഇതിനും രായൻ്റെ സ്വഭാവമുണ്ട്. ഇതിലും രായനിസുണ്ട്. മരത്തിന് പോലും രായനിസ്. എൻ്റെ പരിസരത്തുള്ള പട്ടിക്കും എൻ്റെ പറമ്പിലെ പട്ടിക്കും മരത്തിനും പച്ചക്കറിക്കും എല്ലാം രായനിസം. എന്താ കാരണം എന്നറിയോ? ഇത് കോവയാണ്. കോവ ഇത് നമ്മൾ പറിക്കണമെങ്കിൽ, ഈ കോവ പറിക്കണമെങ്കിൽ മാവിൻ്റെ മേലെ കയറണം. അതും രായനിസം. എല്ലാറ്റിലും ഒരു രായനിസം ഫീൽ ചെയ്യുന്നു ഇവിടെ. ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത്, നമ്മൾ വെച്ച തെങ്ങൊക്കെ കൊലക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഒരായുസിലേതായിന്ന്. ഇപ്പം പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. കാരണം പെട്ടെന്നാണ് ഇപ്പോഴത്തെ കൊലക്കൽ. 2ാമത്തെ കൊല്ലം, 3ാമത്തെ കൊല്ലം. പഴയ ആൾക്കാർ പറയും ഒരു ജനറേഷൻ വെച്ച തെങ്ങും മാവും അടുത്ത ജനറേഷനെയാണെന്ന്. ഇപ്പാണ് കൂലി. നാരകാണ്. ഇതൊക്കെ എലി കടിച്ച് പോവുക. വലിയ നാരകത്തിൻ്റെ മുള്ള് ഭയങ്കരമാണ്. ഇത് കണ്ടോ? നാരകം. എനിക്ക് ആ പോയ നാരകത്തിനെ ഒന്നിട പിടിപ്പിക്കാനൊരാഗ്രഹം. വീണ് പോയ നാരകത്തിനെ ഞാൻ പിടിപ്പിച്ചു. വീണ് പോയി പാവം. എൻ്റെ അമ്മേ, മണം! അമ്മോ, കല്യാണ സദ്യേൻ്റെ ഓർമ്മ വന്നുപോയി. കറിനാരകം. എൻ്റെ അമ്മേ, ഇതിൻ്റെ ഉള്ളിലെല്ലാം എടിയുണ്ട്. പക്ഷെ ഇതിനിങ്ങനെ ഒരു ചീയൽ വരുന്നുണ്ട്. കണ്ടോ? ഞാൻ പറഞ്ഞ ഇതിലൊക്കെ ഒരു രായൻ ടച്ച് വരുന്നു. ഇതിലൊക്കെ കുറേ പന്തൽ വീണ് കിടക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. കാരണം ഇതാണ് മഴ. കോവപ്പന്തൽ ബോധം കെട്ട് വീണിട്ടുണ്ട്. ഇനി ഞാനൊരു സംഭവം കാണിച്ചു തരേ. അതും ഞാൻ നട്ടതാണ്. ഇത് നമ്മളെ ഒരു വർഷം 10 ഓട്ടം കഴിക്കുന്ന ഒരു വെള്ളച്ചാമ്പ, വൈറ്റ് ചാമ്പ. ഇത് ഒരു വർഷം 3 ഓട്ടമൊക്കെ കഴിക്കും. ഇത് ആദ്യം പൂത്തു. വെള്ളച്ചാമ്പ പൂത്തു. വെള്ളച്ചാമ്പ് വീണ്ടും പൂത്തു. ഇതാണ് വെള്ളച്ചാമ്പ. പിന്നെ ഞാനിവിടെ എനിക്ക് നാരകം കളയണ്ടേന്ന് തോന്നുന്നു. പപ്പായത്തൈ നിറച്ച് പപ്പായത്തൈ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? പഴുത്ത പപ്പായ തിന്നാൻ, വേറെ ഒന്നുമല്ല, പഴുത്ത പപ്പായ തിന്നാൻ. ഇപ്പോൾ ഒരു പഴുത്ത പപ്പായ പറിക്കാനുണ്ട്. എൻ്റെ പൂത്തോട്ടം അല്ല, ഫ്രൂട്ട്സ് തോട്ടം. പൂവുണ്ട്. പൂവൊക്കെ ഇങ്ങനെ ആവുന്നേ ഉള്ളൂ. മഴയത്തൊക്കെ പോയി. അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ തേടി വരുന്നൊരു പപ്പായ. ഷേപ്പ് വേണ്ട. മനുഷ്യനെ നോക്കി വരുന്നൊരു പപ്പായ. അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് HOD തലയൊക്കെ പോയി ശകുനിയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. HOD അവിടെ ചീഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ആളിതാ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കളിച്ചാൽ അതിൻ്റെ താഴെയുള്ള ആൾക്കാർ കയറി വരുന്നില്ല. എൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ്. HODൻ്റെ തല ചീഞ്ഞു പോയി.
ബാക്കി കമ്പ് പ്രത്യക്ഷത്തിൽ വരുന്നുണ്ട്. ഇനിയൊരു കാര്യം കാണിച്ചു തരാം. അതിനോടുകൂടി ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുന്നതായി അറിയിക്കുന്നു. അമ്മേ, ഇന്നെൻ്റെ കൃഷിത്തോട്ടാണ് ഇന്നത്തെ വീഡിയോ. പ്രകൃതി, ഇതാണ് എൻ്റെ കിണർ. ഇതാ വളവും വെള്ളവും ഇല്ലാതൊരു സാധനം ഇങ്ങനെ വളരും, എത്ര വൃത്തിയാക്കിയാലും. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഒരു പപ്പായ, പഴുത്ത പപ്പായാണ്. ഇതിപ്പോൾ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടിതാ പപ്പായ പഴുത്തു. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടിതിപ്പം ഉന്തിയിടാനാവില്ല. അത് ഞാനിടും, വീഡിയോ കട്ട് ചെയ്തിട്ടിടും. കൊതു കടിച്ചു. ചക്കേൻ്റെ വീഡിയോ എടുക്കാൻ പോയതിന് കൊതു കടിച്ചു. ഇപ്പം ചക്ക ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ അമ്മിണിക്കുട്ടീൻ്റെ അടുത്തെത്തി. നമ്മൾ അമ്മിണിമാവേൻ്റെ അടുത്തെത്തി കരങ്ങി തിരിഞ്ഞിട്ട്. എന്നാ വേണ്ടേ? ചൊത്തുപനി. അന്നാ അമ്മിണിമാവക്ക് വേണ്ടേ? ഓ, ചൊറ്റുപണിയല്ലേ ഇത്? ഞങ്ങളെ തൊത്തുപണിയല്ലേപ്പാ? ഓ, എന്നാണ് ഇനി വേണ്ട? ഞാൻ വേണ്ട എനിക്ക്. ബൈ പറ. ബൈ പറ. ബൈ.